ന്യൂക്ലിയോടൈഡ്സിന്റെ +2 കെമിസ്ട്രി ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ലാസ്റ്റ് പഠിച്ചത് എന്തായിരുന്നു? കെമിസ്ട്രിയിലെ ഒന്നാമത്തെ ചാപ്റ്ററായ സോളിഡ് സ്റ്റേറ്റ് ആയിരുന്നു അല്ലെ. അതിൽ നമ്മൾ യൂണിറ്റ് സെല്ലും അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സും അതുപോലെ തന്നെ അതിന്റെ ക്ലാസിഫിക്കേഷൻ ഒക്കെ നമ്മൾ പഠിച്ചിരുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കാൽക്കുലേഷൻസ് ഓഫ് നമ്പർ ഓഫ് പാർട്ടിക്കിൾ പ്രസന്റ് ഇൻ യൂണിറ്റ് സെൽ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അതായത് യൂണിറ്റ് സെല്ലിനകത്തുള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെ കണ്ടുപിടിക്കാൻ. അപ്പൊ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എന്നാണ് പഠിച്ചിരുന്നത് അല്ലെ. എന്താ പഠിച്ചിരുന്നത്? ദ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് ആർ പ്രസന്റ് ഓൺലി അറ്റ് കോർണേഴ്സ് ആർ കോൾഡ് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ എന്ന് പഠിച്ചിരുന്നു. അപ്പൊ ഈ പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ 7 ടൈപ്പ് ക്രിസ്റ്റൽ സിസ്റ്റം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അത് നമ്മൾ ഒരെണ്ണം നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കണ്ടിരുന്നത് അല്ലെ. ക്യൂബിക് എന്ന് പറയുന്ന ഒരു പിക്ചർ ഞാൻ വരച്ചിട്ട് ഇതാണ് ക്രിസ്റ്റൽ ലാറ്റിസ്, അത് ക്യൂബിക് ഷേപ്പ് ആണ്, അതിന് യൂണിറ്റ് സെൽ എന്ന് പറയുന്നത് സ്മോൾ പോർഷൻ ആണെന്നൊക്കെ പറഞ്ഞു തന്നായിരുന്നു അല്ലെ. അപ്പൊ ഇന്ന് നമ്മൾ നോക്കുന്നു ആദ്യമേ ഏതൊക്കെയാണ് ആ 7 ടൈപ്സ് ഓഫ് ക്രിസ്റ്റൽ സിസ്റ്റം എന്ന്. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് 7 ടൈപ്പ് ഓഫ് ക്രിസ്റ്റൽ സിസ്റ്റം എന്ന്. നോക്കൂ, അതിൽ ഒന്നാമത്തെയാണ് ക്യൂബിക് എന്ന് പറയുന്നത് അല്ലെ. രണ്ടാമത്തത് ടെട്രഗണൽ, ഓർത്തോറോംബിക്, ഹെക്സഗണൽ, റോംബോഹെഡ്രൽ, മോണോക്ലിനിക്, ട്രൈക്ലിനിക്. നിങ്ങൾ അവിടെ വാല്യൂവിലേക്ക് നോക്കിക്കേ. ക്യൂബിക്കിന്റെ കേസിൽ A = B = C. തൊട്ടടുത്തുള്ള ടെട്രകളിലേക്ക് നോക്കുമ്പോൾ A = B ≠ C. ഇവിടെ നിങ്ങൾക്ക് എന്താ മനസ്സിലാകുന്നത്? ഈ യൂണിറ്റ് സിസ്റ്റത്തിന്റെ ക്യാരക്ടർ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? അതിന്റെ ആക്സിയൽ ഡിസ്റ്റൻസ് ആയ ABC എന്ന് പറയുന്ന വാല്യൂവിനെയും അതുപോലെ തന്നെ അതിന്റെ ആക്സിയൽ ആംഗിൾ ആയ ആൽഫ ബീറ്റ ഗാമ എന്ന് പറയുന്ന ആ 6 മെഷർമെന്റിനെ ഡിപ്പെൻഡ് ചെയ്താണ് എന്തിരിക്കുക? യൂണിറ്റ് സെല്ലിന്റെ ക്യാരക്ടർ ഇരിക്കുക അല്ലെ. അപ്പൊ അതിന് വേരിയേഷൻ സംഭവിക്കുന്ന അനുസരിച്ച് അത് ക്യൂബിക് ആവാം, ഓർത്തോഗണൽ ആവാം, ഓർത്തോറോംബിക് ആവാം. അപ്പൊ നമുക്ക് നോക്കൂ, ഇപ്പൊ ഹെക്സഗണൽ എക്സാമ്പിൾ ആയിട്ട് എടുക്കുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലായി A = B ≠ C. സെയിം കണ്ടീഷൻ തന്നെയാണ് ടെട്രഗണലിലേക്ക് വരുമ്പോഴും A = B ≠ C. പക്ഷേ അതിന്റെ ആംഗിൾസ് ഒന്ന് ചെക്ക് നോക്കിയേ. ടെട്രഗണലിലേക്ക് വരുമ്പോ ആൽഫയും ബീറ്റയും ഗാമയും 90 ഡിഗ്രി ആണ് അല്ലെ. എന്നാൽ നമ്മുടെ ഹെക്സഗണലിലേക്ക് വരുമ്പോഴോ ആൽഫയും ബീറ്റയും 90 ഡിഗ്രിയാണ്, എന്നാൽ ഗാമ 120 ഡിഗ്രിയാണ്. അങ്ങനെയുള്ള വേരിയേഷൻ സംഭവിക്കുന്നു ആൽഫയ്ക്കും ബീറ്റയ്ക്കും ഗാമയ്ക്കും, അല്ലെങ്കിൽ എയ്ക്കും ബിക്കും സിക്കുമുള്ള വേരിയേഷൻ കാരണം അവിടെ യൂണിറ്റ് ക്യാരക്ടറിന് സംഭവിക്കുന്നു, ഒരു വേരിയേഷൻ സംഭവിക്കുന്നു. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ നിങ്ങൾ പരിചയപ്പെട്ട 7 ടൈപ്സ് ഓഫ് ക്രിസ്റ്റൽ സിസ്റ്റം കിട്ടും. അതായത് ഇവിടെ പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര യൂണിറ്റ് സെൽ കിട്ടും? 7 ടൈപ്പ് ഓഫ് ക്രിസ്റ്റൽ സിസ്റ്റം അല്ലെങ്കിൽ യൂണിറ്റ് സെൽ നമുക്ക് കിട്ടും. മനസ്സിലായോ? അപ്പൊ നമുക്ക് ഈ +2 ഇതിനകത്ത് പഠിക്കാനുള്ളത്, മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് ക്യൂബിക്ക് മാത്രമേ ഉള്ളൂ. ക്യൂബിക്കിനെ കുറിച്ചുള്ള പഠനം മാത്രമേ നമുക്ക് ഇവിടെ പറയുന്നുള്ളൂ. നമുക്ക് ക്യൂബിക്കിന് പോസിബിൾ ആയിട്ടുള്ള ലാറ്റിസ് ഏതൊക്കെയാന്ന് നോക്കാം. അപ്പൊ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിരുന്നു എന്തൊക്കെയാ? സെന്റേർഡ് യൂണിറ്റ് സെൽ അല്ലെ. ഏതൊക്കെയായിരുന്നു സെന്റേർഡ് യൂണിറ്റ് സെല്ല്? ബോഡി സെന്റേർഡ് ഉണ്ടായിരുന്നു, ഫേസ് സെന്റേർഡ് ഉണ്ടായിരുന്നു, എൻ സെന്റേർഡ് ഉണ്ടായിരുന്നു. ഇതിൽ എൻ സെന്റേർഡ് എന്ന് പറയുന്ന ആ ഒരു ലാറ്റിസ് ഒഴികെ ബാക്കി രണ്ടും ഏതൊക്കെ? FCC ഫേസ് സെന്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെൽ, അതുപോലെ തന്നെ BCC ബോഡി സെന്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെൽ. ഈ 2 കാര്യങ്ങളും എന്തിനുണ്ട്? ക്യൂബിന് പോസിബിൾ ആണ്. ഓക്കെ, മനസ്സിലായോ? അതായത് എൻഡ് ഒഴിച്ച് ബാക്കിയല്ല. അപ്പൊ നിങ്ങൾ പിക്ചറിലേക്ക് നോക്കി, എല്ലാത്തിലും ഈ സിമ്പിൾ അല്ലെങ്കിൽ പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ ബാധകമാണ് കേട്ടോ. എല്ലാത്തിലും നമ്മൾ പഠിച്ച ഹെക്സാഗണൽ ആയിക്കോട്ടെ, ഓർത്തോറോംബിക് ആവട്ടെ, എല്ലാത്തിലും ബാധകമാണ്. എന്നാൽ ക്യൂബിക്കിന് എൻ സെന്റേർഡ് പോസിബിൾ അല്ല. അവിടെ ഏതൊക്കെയാണ് പോസിബിൾ ആയിട്ടുള്ളത്? 1 സിമ്പിൾ യൂണിറ്റ് സെൽ, 2 FCC, 3 BCC. ഓക്കെ, എന്താ FCC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേസ് സെന്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെൽ, BCC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോഡി സെന്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെൽ. പിടികിട്ടിയോ? ഇത് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ദ ടൈപ്പ് ഓഫ് ക്യൂബിക് ലാറ്റിസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? പിക്ചർ സഹിതം എന്ത് ചെയ്യണം? അവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. മനസ്സിലായോ? അപ്പൊ ഒന്നും കൂടെ പറയട്ടെ, ഏതൊക്കെയാ ക്യൂബിക്കിന് പോസിബിൾ ആയിട്ടുള്ള ലാറ്റിസസ്? സിമ്പിൾ ഓർ പ്രിമിറ്റീവ്, FCC ആൻഡ് BCC. എൻ സെന്റേർഡ് പോസിബിൾ ആണോ? എൻ സെന്റേർഡ് പോസിബിൾ അല്ല. അപ്പൊ നിങ്ങൾ ഇച്ചിരി മുമ്പേ കണ്ട ആ ടേബിൾ ഉണ്ടല്ലോ, അതായത് ക്യൂബിക്, ഓർത്തോറോംബിക്, ടെട്രഗണൽ, മോണോക്ലിനിക്, ട്രൈക്ലിനിക്, റോംബോഹെഡ്രൽ ആൻഡ് ഹെക്സാഗണൽ എന്ന് പറയുന്ന ആ ഒരു ടേബിൾ, അതിനകത്ത് നിങ്ങൾ അതിന്റെ മെഷർമെന്റ് ഒന്ന് കാര്യമായിട്ട് പഠിക്കൊന്നും വേണ്ട. എന്നാൽ അതിനകത്ത് ക്യൂബിക്കിന്റെയും മോണോക്ലിനിക്കിന്റെയും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. അതിന്റെ ആംഗിൾസും അതുപോലെ തന്നെ അതിന്റെ ഏരിയകളും നിങ്ങൾ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ചിരിക്കണം. അപ്പൊ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അടുത്ത ടോപ്പിക്കാണ് ബ്രാവിയസ് ലാറ്റിസസ് എന്ന് പറയുന്ന ടോപ്പിക്. ഇവിടെ നമുക്ക് മനസ്സിലായി ക്യൂബ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ക്യൂബിക് ലാറ്റിസസിന് 3 പോസിബിലിറ്റീസ് ഉണ്ട് യൂണിറ്റ് സെല്ലിന് അല്ലെ. ഏതൊക്കെയായിരുന്നു 3 ലാറ്റിസസ്? 1 പ്രിമിറ്റീവ്, 2 BCC ആൻഡ് അടുത്തതായിരുന്നു FCC അല്ലെ. അതായത് ക്യൂബിന് 3 ലാറ്റിസസ് പോസിബിൾ ആണ്. അതുപോലെ തന്നെ ഇനി വരുന്ന മറ്റുള്ളവ, ഓർത്തോറോംബിക്കിന് 4, ടെട്രഗണലിലും മോണോക്ലിനിക്കിലും 2, ട്രൈക്ലിനിക്ക്, റോംബോഹെഡ്രൽ ആൻഡ് ഹെക്സഗണലിന് ഒരേ ലാറ്റിസ് വെച്ചും എന്താണ്? പോസിബിൾ ആണ്. അപ്പൊ നമുക്കിവിടെ ആദ്യം എത്ര കിട്ടി? ക്യൂബിന് 3. ഓക്കെ, ഇനി ഓർത്തോറോംബിന് എത്രയാണ്? 4 പോസിബിൾ ആണെന്ന് പഠിച്ചു.
ഇനി ടെട്രകളിലും മോണോക്ലിനിക്കിലും എത്ര എണ്ണം വെച്ചാൽ 2 എണ്ണം വെച്ച് പോസിബിൾ ആണ് അല്ലെ, ഒരെണ്ണത്തിന് 2 എണ്ണം വെച്ച് പോസിബിൾ ആണ്. അപ്പൊ 2 എണ്ണത്തിന് 4 ലാറ്റീസസ് കിട്ടി. ഇനി ട്രൈക്ലിനിക്കിലും റോംബോഹെഡ്രലിലും ഹെക്സകളിലും ഓരോന്ന് വെച്ച് പോസിബിൾ ആണ്. അപ്പൊ എത്ര കിട്ടി? 3 എണ്ണം കിട്ടി. ഒന്ന് ആഡ് ചെയ്തേ, 7, 11, 14 എന്ന് നമുക്ക് കിട്ടും അല്ലെ. അതായത് മൊത്തം ലാറ്റീസ് 7 ക്രിസ്റ്റൽ സിസ്റ്റത്തിനും കൂടെ കൂടി 14 ലാറ്റീസസ് എന്താണ് പോസിബിൾ ആണ്. ഈ 14 ലാറ്റീസസിനെ കൂടെ കൂടി വിളിക്കുന്ന പേരാണ് എന്ത്? ബ്രാവിയസ് ലാറ്റീസ്. ദാറ്റ് മീൻസ് ദ 14 പോസിബിൾ സ്പേസ് ലാറ്റീസസ് കറസ്പോണ്ടിങ് ടു ദ 7 ക്രിസ്റ്റൽ സിസ്റ്റം ആർ കോൾഡ് ബ്രാവിയസ് ലാറ്റീസ്. അതായത് ഒരു 7 ക്രിസ്റ്റൽ സിസ്റ്റത്തിനും കൂടെ കൂടി പോസിബിൾ ആയിട്ടുള്ള 14 ലാറ്റീസസിനെയും കൂടെ കൂടി വിളിക്കുന്ന പേരാണ് എന്ത്? ബ്രാവിയസ് ലാറ്റീസ്. ഒന്ന് നോട്ട് ചെയ്യണം, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ദ ബ്രാവിയസ് ലാറ്റീസ്, ദ 14 പോസിബിൾ ലാറ്റീസസ് കറസ്പോണ്ടിങ് ടു ദ 7 ക്രിസ്റ്റൽ സിസ്റ്റംസ് ആർ കോൾഡ് ബ്രാവിയസ് ലാറ്റീസ്. മനസ്സിലായോ? അപ്പൊ നമുക്കിവിടെ ക്യൂബിന്റെ കാര്യം മാത്രമേ പഠിക്കാനുള്ളൂ കേട്ടോ. ബാക്കിയുള്ളതിന്റെ വാല്യൂ ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മാത്രം മതി. എക്സാമിന്റെ ടൈം ആവുമ്പോൾ എന്ത് ചെയ്യുക, അതിന്റെ ആക്സിയൽ ഡിസ്റ്റൻസും അതുപോലെ തന്നെ ആംഗിൾസും മാത്രം ഒന്ന് പഠിച്ചിട്ട് പോവുക. പിന്നെ അതുപോലെ ടെക്സ്റ്റ് ബുക്കിൽ അതിന്റെ എക്സാമ്പിൾ ഉണ്ട്, ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തിട്ട് പോവുക. എക്സാം ടൈമിലായിട്ട് മതി കേട്ടോ. അതിന് മുന്നേ നിങ്ങൾ അത് ഓർത്തിരിക്കില്ല, മറന്നു പോകും, ഇത്ര നാളെ സമയമില്ലേ. അപ്പൊ നമുക്ക് ക്യൂബ് മാത്രം മറന്നു പോകരുത്, നമുക്ക് ഓർത്തിരിക്കണം. അപ്പൊ നമുക്ക് ഈ ക്യൂബിന്റെ ടോപ്പിക്കിലേക്ക് പോകാം. എന്താണ് നമുക്ക് പഠിക്കാനുള്ള ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് അതിനകത്ത്? കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾ പ്രസന്റ് ഇൻ ക്യൂബിക് യൂണിസെൽ. നോക്കാം. അപ്പൊ നമ്മള് ഫസ്റ്റിലെ കണ്ടുപിടിക്കാൻ പോകുന്നത് നമ്പർ ഓഫ് ആറ്റം പ്രസന്റ് ഇൻ സിമ്പിൾ ഓർ പ്രിമിറ്റീവ് യൂണിസെൽ. അപ്പൊ നമ്മളുടെ പിക്ചറിലേക്ക് നോക്കിയേ, സിമ്പിൾ അല്ലെങ്കിൽ ഒരു പ്രിമിറ്റീവ് യൂണിസെല്ലിന്റെ ഒരു പിക്ചറാണ് ഈ കൊടുത്തിരിക്കുന്നത്. എന്താ പ്രിമിറ്റീവ് യൂണിസെൽ എന്ന് പറഞ്ഞാൽ? ദ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ആർ ഓൺലി പ്രസന്റ് അറ്റ് കോർണേഴ്സ് അല്ലെ. അപ്പൊ നമ്മളിവിടെ നമ്പർ ഓഫ് ആറ്റം കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഇവിടെ നിങ്ങൾക്കറിയാം 8 ലാറ്റിസ് സൈറ്റുകൾ ഉണ്ട് അല്ലെ, അതായത് കോൺസ്റ്റിറ്റ്യൂട്ട് പാർട്ടിക്കിൾ പ്രസന്റ് ആയിട്ടുള്ള സൈറ്റുകൾ 8 എണ്ണം ഉണ്ട് അല്ലെ. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, എത്ര ആറ്റംസ് ഈ യൂണിറ്റ് സെല്ലിൽ ഉണ്ട്? അപ്പൊ നിങ്ങൾ എണ്ണീട്ട് പറയാ 1, 2, 3, 4, 5, 6, 7, 8 എന്ന് പറയുന്നു. ശരിയാണോ? നമുക്ക് നോക്കാം കേട്ടോ എങ്ങനെ ശരിയാണോ. ഇപ്പം ഞാനൊരു യൂണിറ്റ് സെല്ല് വരച്ച് കാണിച്ചു തരാം. അപ്പൊ അതേ യൂണിറ്റ് സെല്ല് തന്നെ ഇവിടെ വരച്ച് കാണിച്ചു തരാം. ഇവിടെ നോക്കിക്കേ, ഇവിടെ എല്ലാ കോർണേഴ്സിലും എന്തുണ്ട്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് ഉണ്ട് അല്ലെ. ഈ ഒരു പാർട്ടിക്കിൾ ഈ ഒരു യൂണിറ്റ് സെല്ലിന് മാത്രം അവകാശപ്പെട്ടതാണോ? അല്ല. അതായത് ഇതിന്റെ മുകളിലേക്കും ക്യൂബ് വരാം, സൈഡിലേക്കും ക്യൂബ് വരാം, ഫ്രണ്ടിലേക്കും എന്ത് ചെയ്യാം? ക്യൂബ് വരാം, അതായത് യൂണിറ്റ് സെല്ലുകൾ വരാം. അപ്പം ഈ പറയുന്ന പാർട്ടിക്കിൾ അതിനെല്ലാം അവകാശപ്പെട്ടതാണ്. നിങ്ങളോട് ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ജസ്റ്റ് ഒരു കേക്ക് എടുക്കുന്നു. ആ കേക്ക് എടുത്തിട്ട് നിങ്ങളുടെ റൂമിന്റെ ഒരു ക്യൂബിക് ആകൃതിയിലല്ലേ നിങ്ങളുടെ റൂമിൽ ഇരിക്കുക. അതിന്റെ കോർണർ ഒരു ഭിത്തിയുടെ അറ്റത്തുള്ള അതിന്റെ കോർണറിൽ കൊണ്ടുപോയി വെക്കുകയാണ്. കോർണറിൽ എന്ന് പറയുമ്പോൾ ഭിത്തിക്ക് അകത്തോട്ട് കയറ്റി വെക്കുന്നതായിട്ട് ചിന്തിച്ച് നോക്കണം കേട്ടോ. ഒന്ന് സങ്കല്പിച്ച് നോക്കിക്കേ. എന്നിട്ട് നോക്കുക, ആ കേക്ക് ഇപ്പൊ നിങ്ങളുടെ ഭിത്തി ഇതാട്ടോ നിങ്ങളുടെ റൂം, ഈ കാണുന്നതാണ് നിങ്ങളുടെ റൂം എന്ന് വിചാരിക്കുക. ഇവിടെ നിങ്ങൾ കൊണ്ടുപോയി കേക്ക് ആ മൂലയിൽ കൊണ്ടുപോയി വെക്കുന്നു. നോക്കൂ, ആ കേക്ക് നിങ്ങളുടെ റൂമിന് മാത്രം അവകാശപ്പെട്ടതാണോ? അല്ലല്ലേ. അതിന്റെ കുറച്ച് പോർഷൻ ഈ കാണുന്ന റൂമിന് അവകാശപ്പെട്ടതാണ്, കുറച്ച് പോർഷൻ ഇവിടെ അവകാശപ്പെട്ടതാണ്, കുറച്ച് പോർഷൻ ഇവിടെ അവകാശപ്പെട്ടതാണ്. ഇപ്പൊ എത്ര പേർക്ക് അവകാശപ്പെട്ടു? 4 പേർക്ക് അവകാശപ്പെട്ടതായി ആ കേക്ക്. അതുപോലെ തന്നെ ഒരു താഴത്തോട്ടും ഒരു നില കൂടി ഉണ്ടെന്ന് വിചാരിക്കുക അല്ലെ. അവിടെയും 4 റൂമുകൾക്കുണ്ട്, അവിടെയും എന്തുണ്ട്? ഇത് അവകാശപ്പെട്ടത്. അങ്ങനെയാണെങ്കിൽ 8 റൂമുകൾക്ക് ഒരു കേക്ക്, ആ മൂലയിൽ വെച്ചിരിക്കുന്ന ഒരു കേക്ക് അവകാശപ്പെട്ടതാണ്. ഈ മൂലയിലിരിക്കുന്ന, അതായത് ഈ കോർണറിലിരിക്കുന്ന ഈ കോൺസ്റ്റിറ്റ്യൂട്ട് പാർട്ടിക്കിളിനെ 8 യൂണിറ്റ് സെല്ലുകൾക്ക് അവകാശപ്പെട്ടതാണ്. അവന് 8 യൂണിറ്റ് സെല്ലിന് അവകാശം പറഞ്ഞുകൊണ്ട് ചെല്ലാൻ അധികാരമുണ്ട്. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഈ ഒരു യൂണിറ്റ് സെല്ലിന് എത്ര മാത്രമേ കിട്ടുള്ളൂ? ഈ ഒരു ആറ്റത്തിൽ നിന്ന് എത്ര മാത്രമേ കിട്ടുള്ളൂ? അതിന്റെ 1/8 മാത്രമേ കിട്ടുള്ളൂ. നിങ്ങൾ ആ പിക്ചറിലേക്ക് നോക്കിക്കേ, അവിടെ ഒന്നും അതിനെ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് നോക്കൂ. ആ കോർണറിലേക്ക് നോക്കൂ, എങ്ങനെ കിട്ടിയിരിക്കുന്നത്? ഒരു കോൺസ്റ്റിറ്റ്യൂട്ട് പാർട്ടിക്കിളിന്റെ 1/8 ഭാഗമേ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുള്ളൂ ഒരു യൂണിറ്റ് സെല്ലിന്റെ അടുത്ത് അല്ലെ. അത്രേ നമുക്ക് കിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒരാറ്റത്തിൽ നിന്ന് കിട്ടുന്ന എത്രയാ? 1/8. That means the contribution of each atom at the corners is 1/8. മനസ്സിലായോ? ഓരോ ആറ്റത്തിന്റെയും കോൺട്രിബ്യൂഷൻ എത്രയാ? 1/8 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് ആറ്റം എന്ന് കണ്ടുപിടിച്ചേ. നമ്പർ ഓഫ് ആറ്റം ഈസ് ഈക്വൽ ടു എങ്ങനെ കിട്ടും? ഒരു ആറ്റത്തിന്റെ കോൺട്രിബ്യൂഷൻ എത്രയാ? 1/8 അല്ലേ. അങ്ങനെ എത്ര ആറ്റംസ് ഉണ്ട് ഒരു യൂണിറ്റ് സെല്ലില്? 8 കോർണർ ഉണ്ട് അല്ലേ. അപ്പൊ എത്രയാ? 8. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. അതായത് ദ നമ്പർ ഓഫ് ആറ്റംസ് പ്രസന്റ് ഇൻ സിമ്പിൾ ഓർ പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ ഈസ് ഈക്വൽ ടു 1. മനസ്സിലായോ? അടുത്ത നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ദ നമ്പർ ഓഫ് ആറ്റം പ്രസന്റ് ഇൻ BCC, അതായത് ബോഡി സെന്റേർഡ് ക്യൂബിക് ലാറ്റിസ് ആണ്. ഇവിടെ
നമുക്ക് നോക്കാം, ഒരു ബോഡി സെന്റേഡ് ക്യൂബിക് ലാറ്റിസിന്റെ സ്ട്രക്ചർ ഞാൻ ഇവിടെ വരയ്ക്കാൻ പോവാണ്. അതിന്റെ പ്രത്യേകത എന്താ? കോൺസ്റ്റിറ്റ്യൂട്ടീവ് പാർട്ടിക്കിൾ പ്രസന്റ് അറ്റ് ഓൾ കോർണേഴ്സ് ആൻഡ് സെന്റർ ഓഫ് ദി ബോഡി അല്ലെ. സെന്റർ ഓഫ് ദി ബോഡിയിലും ഉണ്ടാവും, അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂട്ടീവ് പാർട്ടിക്കിൾസ് എവിടെ ഉണ്ടാവും? അതിന്റെ എവിടെ ഉണ്ടാവും? കോർണേഴ്സിലും ഉണ്ടാവും അല്ലെ. നിങ്ങൾ ആ പിക്ചറിലേക്ക് നോക്കി, അവിടെ സെന്ററിൽ ഇരിക്കുന്ന ആറ്റം ആ യൂണിറ്റ് സെല്ലിൽ മാത്രമാണല്ലേ ഒക്യുപ്പൈ ചെയ്യുന്നത്. അതായത് ആ സെന്ററിൽ ഇരിക്കുന്ന ആ ഒരു ആറ്റം ആ യൂണിറ്റ് സെല്ലിന് മാത്രം അവകാശപ്പെട്ടതാണ്. വേറെ രീതിയിൽ പറഞ്ഞാൽ, ഇച്ചിരി മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ കേക്ക് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അവിടെ കേക്ക് എടുത്തിട്ട് ഞാൻ ഈ റൂമിന്റെ സെന്ററിൽ വന്ന് പിടിച്ചാൽ അത് മറ്റു റൂമുകൾക്ക് അവകാശപ്പെടുവോ? ഇല്ലല്ലേ. അത് ആ റൂമിലുള്ളവർക്ക് മാത്രമായിരിക്കും അവകാശപ്പെടുക. അതായത് ആ കേക്ക് മൊത്തം ആ റൂമിലുള്ളവർക്കായിരിക്കും. അതുപോലെ ഈ ബോഡിയിൽ, സെൻട്രൽ ഓഫ് ബോഡിയിലുള്ള ആ ആറ്റത്തിന്റെ കോൺട്രിബ്യൂഷൻ മുഴുവൻ എവിടെയായിരിക്കും? ആ യൂണിറ്റ് സെല്ലിലായിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ BCCയുടെ നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കാം. കോർണേഴ്സിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ എങ്ങനെയായിരിക്കും? കോർണറിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ 1/8 × 8 = 1 ആയിരിക്കും അല്ലെ. കുറച്ച് മുന്നേ ചെയ്ത അതേ മെത്തേഡ് തന്നെ 1/8 വെച്ച് 8 എണ്ണത്തിന് ഒരെണ്ണം കിട്ടും. പിന്നെ എവിടെയുണ്ട് ആറ്റംസ്? ബോഡിയിലുണ്ട് അല്ലെ. ബോഡിയിലുള്ളത് ഞാൻ പറഞ്ഞു ഫുള്ള് എങ്ങനെയായിരിക്കും? ആ യൂണിറ്റ് സെല്ലിന് അവകാശപ്പെട്ടതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ ഒരാറ്റവും ഇവിടെ എങ്ങനെയായിരിക്കും? ആ ഒരു യൂണിറ്റ് സെല്ലിന് അവകാശപ്പെട്ടതായിരിക്കും. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റം പ്രസന്റ് ഇൻ ദി BCC എത്രയായിരിക്കും? 1 + 1 = 2 ആയിരിക്കും. മനസ്സിലായോ? ഒന്നും കൂടെ പറഞ്ഞു തരാം. BCC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോർണേഴ്സിലും അതുപോലെ തന്നെ സെന്ററിലും ആയിരിക്കും ആറ്റം പ്രസന്റ് ആയിരിക്കുക. കോർണേഴ്സിൽ നിന്ന് 1/8 വെച്ച് എത്ര എണ്ണം കിട്ടും? നമുക്ക് 8 എണ്ണം കിട്ടും. അതായത് ഒരാറ്റം ആയിരിക്കും അവിടെ നിന്ന് കിട്ടുക. ഇനി ബോഡിയുടെ സെന്ററിലല്ലേ ഒരാറ്റം ഉള്ളൂ, അതിന്റെ ഫുൾ അവകാശം ആർക്കായിരിക്കും? ആ യൂണിറ്റ് സെല്ലായിരിക്കും. അപ്പൊ ബോഡിയിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ എത്രയായിരിക്കും? 1 ആയിരിക്കും. Therefore, the number of atom present in BCC = 2 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? നമുക്ക് പിക്ചറിൽ നിന്ന് വ്യക്തമായിട്ട് പിടികിട്ടുന്നുണ്ട് അല്ലെ. ആ ബോഡിയിലുള്ള ആറ്റം ആ യൂണിറ്റ് സെല്ലിന് മാത്രം അവകാശപ്പെട്ടതാണ്. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്തത് ഏതാണ്? FCC ആണ് അല്ലെ. നെക്സ്റ്റ് ഈസ് ദ കാൽക്കുലേഷൻ ഓഫ് നമ്പർ ഓഫ് ആറ്റം പ്രസന്റ് ഇൻ ഫേസ് സെന്റേർഡ് ക്യൂബിക് യൂണിറ്റ്സ്. ഇവിടെ നമുക്ക് ആ പിക്ചറിലേക്ക് നോക്കുമ്പോൾ മനസ്സിലാവും, ഫേസ് സെന്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെല്ലിന്റെ ഫേസിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ എത്ര കിട്ടുന്നത്? നേരെ പകുതിയല്ലേ കിട്ടുന്നത്. നമുക്ക് ആ പിക്ചറിൽ കറക്റ്റ് പിടി കിട്ടും. ആ ഒരു ആറ്റത്തിന്റെ നേരെ പകുതിയായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക? ഒരു ഫേസിൽ നിന്ന് കിട്ടുക. അല്ലെങ്കിൽ നമുക്ക് വേറെ രീതി, നമ്മൾ ഇച്ചിരി മുമ്പ് എടുത്ത അതേ എക്സാമ്പിൾ നമുക്ക് വീണ്ടും എടുക്കാം. ഒരു കേക്കിനെ എടുത്തിട്ട് ഞാൻ ഈ ഭിത്തിയിൽ ഇങ്ങനെ വെക്കുകയാണ്. ഈ ഭിത്തിയിൽ എടുത്തിട്ട് നമ്മളോട് ചോദിക്കുന്നു, ഈ കേക്കിന്റെ എത്ര ഭാഗം ഈ റൂമിന് അവകാശപ്പെട്ടതാണ് അല്ലെങ്കിൽ ഈ യൂണിറ്റ് സെല്ലിന് അവകാശപ്പെട്ടതാണ്? എത്ര അവകാശപ്പെട്ടു? നേരെ പകുതിയല്ലേ. കാരണം ആ ഭിത്തിക്ക് ഉള്ളിലോട്ട് കയറിയാട്ടോ ഇരിക്കുന്നത്. ബാക്കി പകുതി എവിടെയാ? ആ റൂമിന് അവകാശപ്പെട്ടതാ. നോക്കൂ, ഒരു ഭിത്തിയുടെ നടുക്ക് ഞാൻ കേക്കിനെ വെച്ചിട്ട് നമുക്ക് എത്രയാ അവകാശപ്പെടുന്നത്? ഇതൊരു ഫേസ് അല്ലേ. എത്ര അവകാശപ്പെടുന്നത്? അതിന്റെ നേരെ പകുതിയായിരിക്കും നമുക്ക് അവകാശപ്പെടുക, ബാക്കി പകുതി അപ്പുറയായിരിക്കും. അപ്പൊ ഒരു ഫേസിൽ നിന്ന് കിട്ടുന്ന കോൺട്രിബ്യൂഷൻ എത്രയാ? 1/2 ആയിരിക്കും അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. കോർണേഴ്സിലുണ്ടല്ലേ, കോർണേഴ്സിൽ നിന്ന് കോൺട്രിബ്യൂഷൻ എത്രയാ? അത് എപ്പോഴും എങ്ങനെയായിരിക്കും? 1/8 ആയിരിക്കും. അപ്പൊ 8 കോർണർ ഉണ്ട്, അതുകൊണ്ട് ഒരാറ്റം നമുക്ക് അവിടെ നിന്ന് കിട്ടും. ഇനി ഫേസിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ എത്രയാ? 1/2 പെർ ഈച്ച് ഫേസ് അല്ലെ. അങ്ങനെയാണെങ്കിൽ എത്ര ഫേസ് ഉണ്ട്? ടോട്ടൽ 6 ഫേസ് ഉണ്ട്. Therefore 3 ആറ്റം ആയിരിക്കും ഫേസിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ. അങ്ങനെയാണെങ്കിൽ the number of atom present in FCC = എത്രയായിരിക്കും? 1 + 3 = 4 ആയിരിക്കും. മനസ്സിലായോ? ഒന്നും കൂടെ മനസ്സിലാക്കി തരാം. കോർണറിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ 1/8 ആണ്. അതുപോലെ ഫേസിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ 1/2 ആണ്. വിത്തിന്റെ ബോഡി എത്രയാണ്? അത് 1 തന്നെയാണ്. അതിനൊരു മാറ്റമില്ല. അത്രയും കാര്യം മനസ്സിലാക്കി വെക്കുന്ന ഒരാൾക്ക് ഇന്ന് കാൽക്കുലേഷൻ എന്ത് ചെയ്യും? പെട്ടെന്ന് കിട്ടും. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും കേട്ടോ. എങ്ങനെയാ ചോദിക്കുക? കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ആറ്റം പ്രസന്റ് ഇൻ FCC അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ആറ്റം പ്രസന്റ് ഇൻ BCC എന്ന് ചോദിക്കും. മനസ്സിലായോ? വെരി ഇമ്പോർട്ടന്റ് ആണ്. അവൻ പഠിച്ചിരിക്കുക. വളരെ സിമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ നമുക്കൊരു കാൽക്കുലേഷനിലേക്ക് കടക്കാം അല്ലെ. വെരി ഇമ്പോർട്ടന്റ് കാൽക്കുലേഷൻ ആണ്. ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എ കോമ്പൗണ്ട് ഫോംഡ് ബൈ എലമെന്റ്സ് A and B ഹാസ് എ ക്യൂബിക് സ്ട്രക്ചർ in which A atoms are at the corners of the cube and B atoms are at the face centers. What is the formula of the compound? ഇവിടെ നോക്കിക്കേ, ഒരു കോമ്പൗണ്ടിന്റെ അകത്ത് A ആറ്റംസും ഉണ്ട്, B ആറ്റംസും ഉണ്ട്. A ആറ്റംസ് ഇരിക്കുന്നത് അതിന്റെ ക്യൂബിന്റെ കോർണറിലും B ആറ്റം ഇരിക്കുന്നത് അതിന്റെ ഫേസ് സെന്ററിലുമാണ്. എങ്ങനെയാണെങ്കിൽ ആ കോമ്പൗണ്ടിന്റെ ഫോർമുല എന്താണെന്നാണ് ക്വസ്റ്റ്യൻ അല്ലെ. ഇപ്പൊ നമുക്കൊരു കാര്യം പിടികിട്ടി.
എ ഇരിക്കുന്നത് കോർണറിലും ബി ഇരിക്കുന്നത് ഫേസിലും ആണെങ്കിൽ അത് ക്യൂബാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എന്തായിരിക്കും? അതൊരു FCC ആയിരിക്കും. ഫേസ് സെന്റേഡ് ക്യൂബ് ആയിരിക്കും അല്ലെ. ഫേസ് സെന്റേഡ് ക്യൂബിന്റെ അകത്ത് നമുക്കറിയാം എത്ര ആറ്റംസ് ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിച്ചിരുന്നു. ടോട്ടൽ 4 ആറ്റംസ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചിരുന്നു. അപ്പൊ ഇവിടെ എത്ര ആറ്റം ഉണ്ടെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ ഫോർമുല ഈസി ആയിട്ട് എഴുതാം. അപ്പൊ നമുക്ക് എഴുതാം നമ്പർ ഓഫ് എ ആറ്റംസ് ഇൻ ദിസ് കോമ്പൗണ്ട്. നമ്പർ ഓഫ് എ ആറ്റം ഇൻ ദിസ് കോമ്പൗണ്ട് എന്ന് പറയുന്നത് എത്രയായിരിക്കും നോക്കാം. കോർണറിലാണെന്നല്ലേ പറഞ്ഞത്. ഒരു ആറ്റത്തിന്റെ കോൺട്രിബ്യൂഷൻ എത്രയാ? 1/8. അപ്പൊ ഒരു എ ആറ്റത്തിന്റെ കോൺട്രിബ്യൂഷൻ എത്രയായിരിക്കും? 1/8 ആയിരിക്കും. അങ്ങനെ എത്ര കോർണർ ഉണ്ട്? 8 കോർണർ ഉണ്ട്. ദാറ്റ് മീൻസ് ഈക്വൽ ടു 1. അതായത് ആ യൂണിറ്റ് സെല്ലില് ഒരു എ മാത്രമേ കാണുകയുള്ളൂ. ഇച്ചിരി മുമ്പ് പഠിച്ച അതേ മെത്തേഡ് തന്നെ. ഇനി വരുന്ന ക്വസ്റ്റ്യനിൽ വേരിയേഷൻ കാണും കേട്ടോ. ഇനി അങ്ങനെയാണ് നോക്കാം. നമ്പർ ഓഫ് ബി ആറ്റം ഇൻ ദിസ് കോമ്പൗണ്ട് എത്രയാ? ബി ഇരിക്കുന്നത് എവിടെയാ? ഫേസിലാന്നാ പറയുന്നത്. ഫേസിന്റെ കോൺട്രിബ്യൂഷൻ എത്രയാ? 1/2 ആണ്. അതുപോലെ തന്നെ എത്ര ഫേസ് ഉണ്ട്? 6 ഫേസ് ഉണ്ട്. ദാറ്റ് മീൻസ് ഈക്വൽ ടു 3 ആറ്റംസ് ഉണ്ടാവും. ബി എത്ര എണ്ണം ഉണ്ടാവും? 3 എണ്ണം ഉണ്ടാവും. അപ്പൊ നമുക്കിവിടെ കിട്ടി എ ഒരെണ്ണം ഉണ്ടാവും, ബി 3 എണ്ണം ഉണ്ടാവും. മനസ്സിലായി അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ചോദിച്ചിരിക്കുന്നത് എന്താ? വാട്ട് ഈസ് ദ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട്? എങ്ങനെയായിരിക്കും? AB3 ആയിരിക്കും. എ ഒരെണ്ണം, ബി 3 എണ്ണം. ഓക്കെ, ഒന്നും കൂടെ പറഞ്ഞു തരാം. ഇവിടെ ക്വസ്റ്റിൽ നിന്ന് വ്യക്തമാണ് എ ഇരിക്കുന്നത് കോർണറിലും ബി ഇരിക്കുന്നത് ഫേസിലുമാണ്. അങ്ങനെയാണെങ്കിൽ അതൊരു FCC ആണെന്ന് മനസ്സിലായി. ഇനി നമ്പർ ഓഫ് എ ആറ്റം ദ കോമ്പൗണ്ട് എങ്ങനെയാണ് പിടിക്കുന്നത്? കോർണറിലായ കാരണം അതിന്റെ കോൺട്രിബ്യൂഷൻ 1/8 ഇൻറ്റു 8 കോർണറിലാണ്. അത് ഈക്വൽ ടു 1. അതായത് ഒരു എ ആറ്റം കാണും. അതുപോലെ നമ്പർ ഓഫ് ബി ആറ്റം എത്രയായിരിക്കും? ഫേസിലായ കാരണം അതിന്റെ കോൺട്രിബ്യൂഷൻ 1/2 ഇൻറ്റു ഫേസിന്റെ എണ്ണം എത്രയാ? 3 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഫോർമുലയാണ് ചോദിച്ചിരിക്കുന്നത്. അത് AB3 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, നമുക്ക് അടുത്തൊരു കാൽക്കുലേഷന് പോകാം. അപ്പൊ നമുക്ക് രണ്ടാമത്തെ കാൽക്കുലേഷനിലേക്ക് പോകാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. എ ക്യൂബിക് സോളിഡ് ഈസ് മേഡ് അപ്പ് ഓഫ് 2 elements P and Q. P atoms are present at the corners of the cube and the Q atoms at the body center. What is the formula of compound? What are the coordination number of the P and Q? ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു സോളിഡ് കൺസിഡർ ചെയ്താൽ അതിനകത്ത് P ആറ്റം ഇരിക്കുന്നത് കോർണറിലും Q ആറ്റം ഇരിക്കുന്നത് അതിന്റെ ബോഡിയുടെ സെന്ററിലുമാണ്. അങ്ങനെയാണെങ്കിൽ മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ പിയുടെയും ക്യൂവിന്റെയും കോർഡിനേഷൻ നമ്പർ കണ്ടുപിടിക്കുക എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഈ കേസ് എന്തിനെ കുറിച്ചാണ് പറയുന്നത്? കോർണറിലും ബോഡിയുടെ സെന്ററിലും. അങ്ങനെയാണെങ്കിൽ ഇതൊരു BCC ആയിരിക്കും അല്ലെ? BCC ആയിരിക്കും. നമ്മൾ പഠിച്ചായിരുന്നു BCCക്കകത്ത് ടോട്ടൽ നമ്പർ ഓഫ് ആറ്റം 2 ആണെന്ന് പഠിച്ചിരുന്നു. നമുക്ക് ഇവിടെ നോക്കാം എത്ര നമ്പർ ഓഫ് ആറ്റം ഓഫ് P ഉണ്ടെന്നും എത്ര നമ്പർ ഓഫ് ആറ്റം ഓഫ് Q ഉണ്ടെന്നും നോക്കാം. അപ്പൊ നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് P ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ നമ്പർ ഓഫ് P ആറ്റം ഈസ് ഈക്വൽ ടു എത്രയാ? കോർണറിലല്ലേ? അപ്പൊ കോർണറിലുള്ള കോൺട്രിബ്യൂഷൻ 1/8. 8 കോർണർ ഉണ്ട്. അതുകൊണ്ട് ഒരു ആറ്റം ആയിരിക്കും ഉണ്ടാകുക. ഇനി അടുത്തത് Q ആറ്റം നോക്കുകയാണ്. നമ്പർ ഓഫ് Q ആറ്റംസ്. നമ്പർ ഓഫ് Q ആറ്റം നോക്കൂ. എവിടെ ഇരിക്കുന്നത്? വിത്തിന്റെ ബോഡിയിലല്ലേ? സെൻട്രൽ ആയിട്ടായിരിക്കും ഇരിക്കുക. അതുകൊണ്ട് അതിന്റെ കോൺട്രിബ്യൂഷൻ എപ്പോഴും എങ്ങനെയായിരിക്കും? 1 ആയിരിക്കും. അപ്പൊ നമുക്ക് Pയുടെ എണ്ണവും കിട്ടി, അതുപോലെ തന്നെ Qവിന്റെ എണ്ണവും കിട്ടി. എത്രയെന്ന്? 1 എന്ന്. അങ്ങനെയാണെങ്കിൽ അതിന്റെ കോമ്പൗണ്ടിന്റെ ഫോർമുല എന്താ? PQ എന്നായിരിക്കും. അപ്പൊ നമുക്ക് അവിടെ കിട്ടി മോളിക്കുലാർ ഫോർമുല ഓഫ് ദി കോമ്പൗണ്ട് ഈസ് PQ. ക്വസ്റ്റ്യൻ അവിടെ കൊണ്ട് തീർന്നോ? ക്വസ്റ്റ്യൻ അവിടെ കൊണ്ട് തീർന്നില്ല അല്ലെ? ബാക്കി എന്താ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ആർ ദി കോർഡിനേഷൻ നമ്പർ ഓഫ് P ആൻഡ് Q? എന്താ കോർഡിനേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ? ദ നെയ്ബർ നമ്പർ ഓഫ് ആറ്റം ഈസ് കോൾഡ് കോർഡിനേഷൻ നമ്പർ. തൊട്ടടുത്തുള്ള നെയ്ബർ ആറ്റങ്ങളുടെ എണ്ണത്തെ വിളിക്കുന്ന പേരാണ് കോർഡിനേഷൻ നമ്പർ. ഇവിടെ ഒരു ബോഡി സെന്റേഡ് ഞാനിവിടെ വരയ്ക്കുക. നോക്കൂ, ഒരു ബോഡി സെന്റേഡ് ഇവിടെ വരയ്ക്കുന്നു. ഇവിടെ കോർണറിലും ഉണ്ട്, അതുപോലെ തന്നെ എവിടെയുണ്ട്? ബോഡിയുടെ സെന്ററിലും ഉണ്ട്. 8 കോർണർ, അതുപോലെ തന്നെ ബോഡിയുടെ സെന്റർ ഒരെണ്ണം. ടോട്ടൽ എത്ര ആറ്റംസ് ഉണ്ട് ഒരു യൂണിറ്റ് സെല്ലിനകത്ത്? 9 ആറ്റംസ് ഇല്ലേ? അപ്പൊ നോക്കൂ, ഇതിന്റെ നെയ്ബർ ആറ്റം എത്ര ഉണ്ട്? 1 2 3 4 5 6 7 8. അപ്പോൾ നമുക്ക് കിട്ടി ക്യൂവിന്റെ കോർഡിനേഷൻ നമ്പർ എത്രയെന്ന് കിട്ടി? 8 എന്ന് കിട്ടി. അടുത്ത പിയുടെ കോർഡിനേഷൻ നമ്പർ ഓഫ് നെയ്ബറിംഗ് ആറ്റം. പിയുടെ നോക്കൂ, നെയ്ബറിംഗ് ആറ്റം എത്രയാ? 1 2 3 4 5 6 7 8. അവിടെയും എത്ര തന്നെയാ? 8 തന്നെയാ അല്ലെ? അപ്പൊ ഇവിടെ പിയുടെയും ക്യൂവിന്റെയും കോർഡിനേഷൻ നമ്പർ എത്രയാണ്? 8 തന്നെയാണ് കേട്ടോ. BCCയുടെ കേസിൽ മനസ്സിലായോ എന്താ കോർഡിനേഷൻ നമ്പർ എന്ന്? ഓക്കെ അല്ലേ? എന്താ കോർഡിനേഷൻ നമ്പർ? കോർഡിനേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ നെയ്ബറിംഗ് ആറ്റം. ഇവിടെ പിയുടെ കോർഡിനേഷൻ നമ്പർ 8 ആണ്. അതുപോലെ തന്നെ ക്യൂവിന്റെ കോർഡിനേഷൻ നമ്പറും 8 ആണ്. ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻ പിടികിട്ടിയില്ലേ? സിമ്പിൾ അല്ലേ? അപ്പം ഇതുപോലുള്ള കാൽക്കുലേഷൻ ചോദിച്ചാൽ നമുക്ക് എളുപ്പം കിട്ടും. നമ്മൾ എന്ത് മാത്രം ഓർത്തിരിക്കണം?
അവിടെ കോർണറിലുള്ളതിന്റെ കോൺട്രിബ്യൂഷൻ 1/8 ആണെന്നും ഫേസിലുള്ളതിന്റെ 1/2 ആണെന്നും കൂടിയുള്ളത് 1 ആണെന്ന് പറയാവുന്ന ഏത് കുട്ടിക്കും ഈ കാൽക്കുലേഷൻ എന്താണ് വളരെ സിമ്പിൾ ആണ്. കോർഡിനേഷൻ നമ്പർ കാണാൻ സിമ്പിൾ അല്ലേ? ജസ്റ്റ് എന്താ അതിന്റെ നെയ്ബറിംഗ് ആറ്റം എത്രയാണെന്ന് എണ്ണി നോക്കിയാൽ മതി. ഓക്കെ അല്ലേ? മനസ്സിലായോ? ഓക്കെ, അപ്പൊ നമ്മള് ഇന്നത്തെ ടോപ്പിക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്നത്തെ ടോപ്പിക് എന്തായിരുന്നു? കാൽക്കുലേഷൻ ഓഫ് നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഇൻ ക്യൂബിക് ലാറ്റിസ് എന്ന് പറഞ്ഞ ടോപ്പിക് ആയിരുന്നു. നന്നായിട്ട് പഠിക്കുക, കാരണം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്, ഫോക്കസ് ഏരിയ ആണ്. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അടുത്ത ക്ലാസ്സിൽ കാണുമ്പോഴേക്കും നന്ദി.